വന്നിട്ടുള്ളത് ഏജൻസികൾ. റിക്രൂട്ട്മെന്റ് ഏജൻസികളെ എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കാവോ? ആരെല്ലാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസികൾ, അല്ലെങ്കിൽ നമ്മൾ അവരെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അവർ പറഞ്ഞ പോലെ നമുക്ക് ജോബ് ഓഫർ അവർ നമുക്ക് പ്ലേസ്മെന്റ് കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുമോ? അല്ലെങ്കിൽ ക്യാഷ് ചോദിക്കുന്ന ഏജൻസികൾ നല്ലതാണോ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ആണ്. അതായത് UAE നേഴ്സായിട്ട് വരാനിരിക്കുന്ന നേഴ്സസിനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് ഏജൻസി പറയാവോ, നല്ല റിക്രൂട്ട്മെന്റ് ഏജൻസി പറയുമോ, എത്ര വേണമെങ്കിലും ക്യാഷ് പേയ്മെന്റ് ചെയ്യാം, ക്യാഷ് പേയ്മെന്റ് ചെയ്താൽ ജോലി കിട്ടുമോ, അങ്ങനെയൊക്കെ പറഞ്ഞ് റിലേറ്റഡ് ടു റിക്രൂട്ട്മെന്റ് ഏജൻസികളെ കുറിച്ചിട്ടുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളും, അതുപോലെ തന്നെ അവരെ ചോദിച്ചിട്ടൊക്കെ ഒരു മെസ്സേജ് അവരെ സജസ്റ്റ് ചെയ്യാവോ, നല്ലൊരു ഏജൻസിനെ സജസ്റ്റ് ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞോട്ടെ, എനിക്ക് യാതൊരു റിക്രൂട്ട്മെന്റ് ഏജൻസിയോ അല്ലെങ്കിൽ ഈ ജോബ് പ്ലേസ്മെന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ടൈപ്പോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ഇടുന്ന വീഡിയോസുകളെല്ലാം നമുക്ക് ജോലി തരാന്ന് പറഞ്ഞിട്ട് കുറെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസികളൊക്കെ സമീപിച്ച് അവർ ഇത്രയൊക്കെ പൈസ ചോദിച്ചിട്ട് ഇതാക്കിയായിരുന്നു. പക്ഷെ അവരൊന്നും എനിക്ക് ഓർമ്മയില്ല, അതായത് ഒരു 5-6 വർഷം മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും കുറെ പേര് പറ്റിക്കപ്പെടുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, അതുപോലെ ജോലി കൊടുക്കുക, അത്രമേൽ അവരുടെ ഒരു ക്യാൻവാസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ വീണ് പോകും.
അത്രമോളം അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മളത് ക്യാൻവാസ് ചെയ്തിട്ട് നമ്മുടെ നിന്ന് പൈസ തട്ടിയെടുക്കും. എന്നിട്ട് പിന്നെ അവരുടെ കാര്യത്തിലൊന്നും ഒരു ഇത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറോ ഫോളോ അപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഒരു ഏജൻസിനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ജെന്യൂൻ ആണോ നോക്കുക. അവർ പ്ലേസ്മെന്റ് ചെയ്ത നേഴ്സസിന്റെ നമ്പർ ചോദിക്കുക, എന്നിട്ട് ആ നേഴ്സസിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, അവരെ വിളിച്ച് ചോദിക്കുക നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കാര്യങ്ങൾ പറഞ്ഞ പോലെ കിട്ടിയതാണോ ചോദിക്കുക, അവരുടെ ലൈസൻസ് ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു വലിയ എമൗണ്ട് ഒക്കെ അവർ ആദ്യം ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും അവരെ ട്രസ്റ്റ് ചെയ്യരുത്. അങ്ങനെ വലിയ എമൗണ്ട് ചോദിച്ചു വരുന്നവരൊന്നും ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഏജൻസി അല്ല. എല്ലാ ഏജൻസിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല, നല്ല ഏജൻസികളും ഉണ്ട്, പറഞ്ഞ പോലെ തന്നെ പ്ലേസ്മെന്റ് കൊടുക്കുന്ന ഏജൻസികളും ഉണ്ട്. അപ്പോൾ എല്ലാരും ഞാൻ പറയുന്നില്ല, പക്ഷെ ഓൾമോസ്റ്റ് ഒരു 90% ഫേക്ക് ആയിട്ടുള്ള ഏജൻസികൾ തന്നെയാണ്. പൈസ വാങ്ങിയിട്ട് ചുമ്മാ നമ്മളെ അങ്ങനെയാണ് ആ മാസം ഈ മാസം എന്നൊക്കെ പറഞ്ഞതാക്കിയിട്ട് അതായത് ഇന്ന മാസം കിട്ടും, അല്ലെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ചിലപ്പോൾ ഇന്റർവ്യൂ അവർ കൊണ്ടുപോകും, കണ്ടക്ട് ചെയ്യും ഒക്കെ ചെയ്യും. എന്നിട്ട് അവർ പറയും നിങ്ങളുടെ ഇന്റർവ്യൂ പെർഫോമൻസ് നന്നല്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയാം. പക്ഷെ നമ്മൾ ഓൾറെഡി പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ആ ഒരു ഇന്റർവ്യൂവിന് പോകാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒന്നും അങ്ങനത്തെ ഏജൻസികളിലൊന്നും പോയി വീഴരുത്. പിന്നെ നിങ്ങൾ അഥവാ അത്രമേൽ നിങ്ങൾക്ക് ജോലി ഇല്ല, എന്തായാലും ഒരു ഏജൻസി ത്രൂ പറ്റുള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏജൻസി അന്വേഷിക്കുക, ഒരു വാലിഡ് ആണോ, ലൈസൻസ് ഉണ്ടോ, പിന്നെ അവർ എവിടേക്കാണ് അതായത് ഏത് ജോബ് ഓഫറാണ് ചെയ്യുന്നത്, അവിടെ അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യമെല്ലാം അന്വേഷിച്ചിട്ട് അവർ പറയുന്ന എമൗണ്ട് കൊടുക്കുക. ആദ്യം തന്നെ എടുത്തു ചാടി എമൗണ്ട്, ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. ഓഫർ കിട്ടി, എല്ലാം കിട്ടിയതിന് ശേഷം ജോലി, പ്ലേസ്മെന്റ്, വിസ കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്തതിന് ശേഷം അവർ പറയുന്ന ഒരു എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്നാലും ഇല്ലീഗലാണ് ഇങ്ങനെ ഒരു ജോബ് ഓഫർ കാണിച്ചിട്ട് പൈസ വാങ്ങുന്നത് ഇല്ലീഗലാണ്. അത് റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഏജൻസിക്ക് തന്നെ ഇഷ്യൂസും കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അന്വേഷിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അന്വേഷിച്ചിട്ട് ഇതാക്കുക. അപ്പൊ എല്ലാ ഏജൻസികളും അങ്ങനെയാന്ന് വെച്ചാൽ അല്ല, ചില നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഏജൻസികൾ ഉണ്ട്, അവർ നമുക്ക് പറഞ്ഞ പോലെ തന്നെ പ്ലേസ്മെന്റും കാര്യങ്ങളും വിസയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഈ ഓൾമോസ്റ്റ് ഈ ഏജൻസി ത്രൂ ഒക്കെ പോകുന്ന വേക്കൻസികളിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് പെർമനന്റ് ആയിരിക്കില്ല ഓൾമോസ്റ്റ് ജോബ്. ഇനി ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പൊ പ്രൈവറ്റിലൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഗവൺമെന്റിലൊക്കെ ഓഫർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് അല്ല, എപ്പോൾ വേണമെങ്കിലും അവർ ടെർമിനേറ്റ് ചെയ്യാം. പിന്നെ സാലറി ആൾസോ അവർ നമുക്ക് ഗവൺമെന്റിൽ കിട്ടുന്ന പോലെ സാലറി കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ ഈ ഒരു ഗവൺമെന്റിലേക്കും പ്രൈവറ്റിൽ നിന്ന് സ്റ്റാഫിനെ എടുക്കുന്നുണ്ട്, ജെന്യൂൻ ആയിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അവർ ക്യാഷോ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. പക്ഷെ സാലറി കമ്പയറിങ് ടു ഗവൺമെന്റിൽ കിട്ടുന്ന പോലത്തെ സാലറി അല്ലായിരിക്കും അവർ പേയ്മെന്റ് ചെയ്യുന്നത്. അവരായിരിക്കും നമുക്ക് ഡയറക്റ്റ് പേയ്മെന്റും കാര്യങ്ങളും, പിന്നെ അവരായിരിക്കും വിസയും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നത്. അപ്പൊ അങ്ങനെയും കുറെ ഗവൺമെന്റിലേക്കും അങ്ങനെയുള്ള ഏജൻസി ത്രൂ അങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഏജൻസിനെ ചൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞ് പിടിച്ച് ഇതാക്കിയിട്ടാക്കുക. കുറേ പേര് കുറെ വീഡിയോസുകളൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കാണാറുണ്ടായിരുന്നു, പറ്റിക്കപ്പെട്ടതിന്റെയും പൈസ കൊടുത്തതിന്റെയും. അപ്പൊ അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കരുത്. നമുക്ക് അവരെന്താണ് പരിചയം, നമ്മൾ അവരെ ഒരു സുപ്രഭാതത്തിൽ കാണുന്നു, അവർ ജോബ് ഓഫർ ചെയ്യുന്നു, അവർക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് പല വഴികളും ശ്രമിക്കും, പലതും ചെയ്യും. ചിലവർ ഇപ്പൊ ഞാനൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വെച്ചാൽ അവർ പറയുന്നു അവിടെ ഇന്ന ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ ആളുണ്ട്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ ജോലി ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇപ്പൊ നിങ്ങൾ ടോക്കണായിട്ട് ഒരു 500 ദിർഹംസ് പേയ്മെന്റ് ചെയ്യേ, രജിസ്ട്രേഷൻ ഫീസ് ആണ്. അതിനുശേഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി ഓഫർ കിട്ടും, ഇന്റർവ്യൂ വിളിക്കും, ഈ ആഴ്ച തന്നെ നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിക്കും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യണം, വെല്ലായിട്ട് ഇതാക്കണം, നിങ്ങളുടെ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതുപോലെ ഇരിക്കും നിങ്ങളുടെ ജോലി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പൊ നമ്മൾ നമുക്ക് എന്തായാലും ഇന്റർവ്യൂ കോൾ വരുമല്ലോ അറ്റ്ലീസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് വരും. ആ 500 രൂപയ്ക്കുടെ കാര്യത്തിൽ തീരുമാനവും. അങ്ങനെ ഓരോ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവർ 500 വാങ്ങുമ്പോൾ എത്ര രൂപ കിട്ടുന്നു എന്ന് ആലോചിച്ചൊക്കെ. അങ്ങനെയും കുറെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതിലൊന്നും പോയി പൈസ ചോദിച്ചു വരുന്നതിലൊന്നും പോയി പറ്റിക്കപ്പെടരുത്. ഏജൻസികളെല്ലാം നല്ലതാണോ എന്നുള്ളത് നിങ്ങൾ ലൈസൻസ്, അവർ റിക്രൂട്ട് ചെയ്ത ജോബ് ഓഫർ ഏതാണെന്ന് ചോദിക്കുക, അവിടെ അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടോ എന്ന് അന്വേഷിക്കുക, അവർ പ്ലേസ്മെന്റ് ചെയ്ത നേഴ്സസിന്റെ നമ്പർ മേടിക്കുക, ഒരു നേഴ്സസ് അല്ല ഒന്നിൽ കൂടുതൽ നേഴ്സസിന്റെ നമ്പർ മേടിക്കുക, അന്വേഷിക്കുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അവരെ വേറെ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് DM ചെയ്യാം കേട്ടോ, ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വേറെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ, ഞാൻ വീഡിയോ ആയിട്ട് റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഏജൻസിനെ കണ്ണടച്ചിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആർക്കും ഒരു ഏജൻസിനെയും സജസ്റ്റ് ചെയ്യില്ല, എനിക്ക് ആരുമായിട്ട് ഒരു ടൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഏജൻസിനെ നിങ്ങൾ അവർ ഓഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.